സീഡ് തട്ടിപ്പിനെതിരെ ഇടുക്കി തൊടുപുഴയിൽ കൂടുതൽ പരാതികൾ. 50-ലധികം പേരാണ് പരാതി നൽകാൻ രംഗത്തെത്തിയത്. സ്കൂട്ടറിനും ഗൃഹോപകരണങ്ങൾക്കും പണം നൽകിയവരാണ് അധികവും. സംസ്ഥാന വ്യാപകമായി പരാതി വന്നതിന് പിന്നാലെയാണ് ഇവരും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അറിഞ്ഞ അപേക്ഷ വെച്ചത് പ്രകാരം എന്റെ മോളുടെയും കൂടി തന്നെ 1 ലക്ഷം രൂപ പോയി. പിന്നെ എന്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി ആയിട്ട് ഒരു 6 ലക്ഷം രൂപ പോയിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ കാഞ്ഞാറ്റില് പരാതി കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. തട്ടിപ്പ് നടത്തിയത് പകുതി വിലയ്ക്ക് വാഹനം ഉണ്ടെന്നിങ്ങനെ അറിഞ്ഞപ്പോ ഇവിടെ ഇതിന്റെ ഓഫീസാണ്. ആൾക്കാരൊക്കെ വരുന്നു, ഇവിടെ ഹിയറിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് വന്ന് ഹിയറിംഗും ഒക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ പേർക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ താഴെ തന്നെ കടയിലിരിക്കുന്ന ചേട്ടനൊക്കെ വണ്ടി കിട്ടിയായിരുന്നു. ഇവിടെ അറിവിലും 3-4 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് കൊടുത്തത്. ഏതൊക്കെയോ വേറെ നാഷണൽ ഇതിൽ നിന്നുള്ള ഫണ്ടൊക്കെ ശേഖരിച്ചിട്ട് ബാക്കി ഞങ്ങളുടെ ഇന്ന് 60,000 രൂപ എടുത്തിട്ട് വണ്ടി 1 രൂപന്റെ വണ്ടി തരുന്നതാണ് പറഞ്ഞിരുന്നത്. ഒരു 3 മാസമൊക്കെ ആദ്യം കാലയളവ് പറഞ്ഞിരുന്നു. അത് നീണ്ടു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 1 വർഷം ആകാറായി വണ്ടിക്കൊക്കെ മുളക്കി അടച്ചിട്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ പദ്ധതി തട്ടിപ്പിൽ ഇപ്പോൾ തൊടുപുഴയിലും കൂടുതൽ പരാതികൾ ഉയർന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇടുക്കി തൊടുപുഴയിലാണ് ഈ സീഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ വരുന്നത്. 50-ലധികം പേരാണ് നിലവിൽ ഇപ്പോൾ പരാതി നൽകാൻ തൊടുപുഴ സ്റ്റേഷനിലെത്തിയത്. 5 മണിയോടുകൂടി ഇവർ സിവിൽ സ്റ്റേഷൻ മുന്നിൽ ഒത്തുകൂടുകയും ശേഷം ഏതു തരത്തിൽ പരാതി നൽകണമെന്ന് തീരുമാനിക്കുകയും ആയിരുന്നു. ഇതിനുശേഷം വിവിധ സൊസൈറ്റികളിൽ നിന്നുള്ളവരാണ് ഈ പരാതി നൽകാൻ എത്തിയത്. ഈ സൊസൈറ്റികൾ തിരിഞ്ഞ് ഈ പരാതി നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുശേഷം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സ്കൂട്ടറും ഗൃഹോപകരണങ്ങൾക്കും പണം നൽകിയവരാണ് അധികവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിലധികവും സ്ത്രീകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അപേക്ഷ നൽകിയതും പണം നൽകിയതുമെല്ലാം. ഈ സ്കൂട്ടറിനും ഗൃഹോപകരണങ്ങൾക്കും ഒരുമിച്ച് പണം നൽകിയവരുമുണ്ട്. അങ്ങനെ ഏകദേശം 85,000 രൂപയിലധികം നൽകിയ വ്യക്തികളും ഈ പരാതി നൽകാൻ എത്തിയവരിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സംസ്ഥാന വ്യാപകമായ പരാതി വന്ന ഒരു സാഹചര്യത്തിലാണ് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഈ ഒരു പരാതി നൽകാൻ ഇവർ തീരുമാനിച്ചത്. ഈ ആരോപണ വിധേയനായ അല്ലെങ്കിൽ ഈ പ്രതിയായിട്ടുള്ള അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ തുടക്കം ഈ സ്വന്തം നാട്ടിൽ നിന്ന് പോലും ഉണ്ട് എന്നുള്ളതാണ്. അതായത് തൊടുപുഴ കോളപ്രയിലാണ് ഈ അനന്തകൃഷ്ണന്റെ വീട്. ഈ വീടിന് സമീപത്തുള്ള ആളുകളിൽ നിന്ന് പോലും വലിയ രീതിയിൽ തട്ടിപ്പ് ഇയാൾ നടത്തി. അതിന്റെ വ്യക്തമായ ഒരു കാര്യം, അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ ഒരു വ്യാപാരിയായ സ്ത്രീക്കും മകൾക്കും ബന്ധുക്കൾക്കും എല്ലാം കൂടി നഷ്ടപ്പെട്ടത് 6 ലക്ഷത്തിലധികം രൂപയാണ്. സ്കൂട്ടറിനും മേസിക്കും വരെ ഇവർ തുക നൽകിയിട്ടുണ്ട്. ആ സമയത്ത് 1 വർഷം കഴിഞ്ഞ് പോലും ഈ ഒരു സാധനങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. 3 മാസത്തെ സാവകാശമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ ഒരു പണം നൽകാൻ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ നൽകാൻ, അതായത് സ്കൂട്ടറോ ഗൃഹോപകരണങ്ങളോ നൽകാൻ ഇയാൾ തയ്യാറാകാതെ വരികയും ചെയ്തു. അങ്ങനെ 6 ലക്ഷത്തോളം രൂപ ആ ഒരു സ്ത്രീയുടെ, ശശികല എന്ന് പറയുന്ന സ്ത്രീയുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ മകൾക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ ഈ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട്, ഇയാൾക്ക് കേരളത്തിൽ ഒരു ഓഫീസുണ്ട്, ആ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അവിടെ എത്തിയിരുന്നു. ഇത്തരത്തിൽ ഓഫീസിലെത്തി പണം നൽകി മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി ഓരോ മണിക്കൂറുകൾ കഴിയും തോറും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ തന്നെ ഏകദേശം 700 കോടിയോളം രൂപയുടെ തട്ടിപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയിട്ടുണ്ട് എന്നൊരു കണ്ടെത്തലിലേക്ക് നിലവിൽ ഇപ്പോൾ ഈ ഒരു പോലീസ് എത്തുന്നു. ഇപ്പോഴും പരാതികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരിക തന്നെയാണ് ചെയ്യുന്നത്. ശരി, സീഡ് തട്ടിപ്പിൽ പരാതി പ്രവാഹം തന്നെയാണ്. ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.